എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ കറ്റാർ വാഴയ്ക്ക് എന്താ വളം ചെയ്യണേന്ന്. ഞാൻ സിമ്പിളായിട്ട് വീട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ആഴ്ചയിൽ ഒരു സ്പൂൺ വീതം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കറ്റാർ വാഴയൊക്കെ ഇങ്ങനെ ചട്ടിയിൽ നിന്നിട്ട് മുരടിച്ച് നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ കറ്റാർ വാഴ മാത്രമല്ല, നമ്മുടെ കറിവേപ്പിൻ്റെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നല്ല രീതിയിൽ കറിവേപ്പൊക്കെ ഉണ്ടായി വരും. അപ്പോൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു സ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ട് വെള്ളം നനച്ച് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ചട്ടിയിൽ നിറയെ തൈകൾ കിളിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചട്ടിയിൽ ഇതുപോലെ ഒരു കറ്റാർ വാഴ നിന്നിട്ട് അതിൽ നിന്ന് തൈകൾ മുളച്ചിട്ട് എല്ലാ ചട്ടികളിൽ കൂടെ ഞാനിങ്ങനെ മാറ്റി മാറ്റി തൈകൾ നട്ടു കൊടുത്ത് പിടിപ്പിച്ചെടുത്തേക്കുന്നതായിട്ട് ഇതെല്ലാം. അപ്പോൾ നമുക്ക് സ്കിന്നിന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് ഹെയറിനൊക്കെ നല്ലതല്ല കറ്റാർ വാഴ. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൈ നമ്മൾ ഇതുപോലെ കുഞ്ഞി തൈ നമ്മുടെ ചട്ടിയിൽ നിൽപ്പുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ആ ചട്ടിയിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി വെക്കണം. വേര് പൊട്ടാതെ തന്നെ ചട്ടിയിൽ മണ്ണ് ഉറച്ച് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഈ ചട്ടിയിൽ തന്നെ വേറെ കുഞ്ഞു കുഞ്ഞു തൈകൾ കിളിക്കാൻ പാടായിട്ട് വരും. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കോലം എന്തിലൊക്കെ വെച്ചിട്ടൊന്ന് ഈ ചട്ടിയിലെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നേരിട്ട് വെള്ളം ചാടനോടത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കറ്റാർവാഴ നട്ടു വെക്കരുത്. കാരണം മഴയത്തേക്കാണ് നിൽക്കണമെങ്കിൽ കറ്റാർവാഴ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളൊന്നല്ലെങ്കിൽ ഫിത്തിയുടെ ഇതിപ്പോൾ ഞാനിപ്പോൾ കിണറിൻ്റെ സൈഡിൽ ചേർത്താണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഒരു ഫിത്തിയുടെയോളം ഇങ്ങനെ ഫിത്തിയുടെ അടുത്തോളം ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറ്റാർവാഴയിലേക്ക് നേരിട്ട് വെള്ളം ചാടാതിരിക്കും. പിന്നെ നമ്മൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ കൂടുമ്പോൾ കറ്റാർവാഴയിൽ വെള്ളം നനച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ആയിട്ടുണ്ടെങ്കിലും കറ്റാർവാഴ ചീഞ്ഞു പോട്ടോ. പിന്നെ കറ്റാർവാഴ നടുന്ന ചട്ടിയിൽ ഓട്ടിട്ട് വയ്ക്കുക. കാരണം വെള്ളം കെട്ടിക്കിടന്ന് ചീഞ്ഞു പോകാതിരിക്കാനായിട്ട് അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് പറയുന്നത് ഇത് ഈ കാണുന്ന മുട്ടയുടെ തൊണ്ട്. നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ച് ചെയ്യുമ്പം ഇതിൻ്റെ തോടൊക്കെ എടുത്ത് വെള്ളക്കളയില്ലേ. അപ്പോൾ ഈ തോടുകളെല്ലാം തന്നെ സൂക്ഷിച്ച് ഒരു കവറിലാക്കി സൂക്ഷിച്ചെടുത്ത് വെക്കുവാണെങ്കിൽ നല്ലൊരു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കി എടുക്കാം കറ്റാർവാഴയുടെ ചോട്ടിലിടാനായിട്ട്. അപ്പം നല്ല കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് റോസാ ചെടികളുടെ ഒക്കെ ചോട്ടിൽ 1 സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ മുട്ടയുടെ തൊണ്ടുകളെല്ലാം തന്നെ കളക്ട് ചെയ്തിട്ട് പൊട്ടിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത് ഉള്ളിയുടെ തൊണ്ട്, സവാളയുടെ തൊണ്ടുമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് കൂടി നമുക്ക് ഫസ്റ്റിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതായത് കണ്ടില്ല ഇങ്ങനെ ഒരു പൊടി കിട്ടും. ഈ പൊടിയിലേക്ക് നമുക്ക് വേറെ 2 ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. എന്നാണെന്നറിയാമോ? മഞ്ഞളുടെ പൗഡറാണ് കേട്ടോ. കീടങ്ങളൊന്നും വരത്തില്ല. നമ്മൾ റോസാ ചെടിയിലും കറിവേപ്പിൻ്റെ ഒക്കെ ചോട്ടിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, പുഴു ശല്യങ്ങൾ കീടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് പച്ചക്കറിയുടെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് റോസ ചട്ടിയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ചട്ടിയിൽ ഇത് ഇട്ട് കൊടുത്തോ. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒരു 1/2 സ്പൂണോളം മഞ്ഞളുടെ പൗഡറും 1/2 സ്പൂണോളം തേയില കേട്ടോ. പിന്നെ ഇത് നമുക്കുണ്ടല്ലോ ഈ മണി പ്ലാന്റിൻ്റെ ഇട്ട് കൊടുക്കാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് മണി പ്ലാന്റ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അത് പറിച്ച് കളഞ്ഞു. കാരണം ഒരുപാട് ഇങ്ങനെ കാട് പിടിച്ച് കഴിഞ്ഞപ്പോൾ പാമ്പിന് ശല്യം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കളഞ്ഞു. അപ്പം നിങ്ങൾക്ക് നമ്മുടെയൊക്കെ വീട്ടിലിങ്ങനെ മണി പ്ലാന്റും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വരും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കണം, നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട് മാത്രമേ കാര്യമില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പാമ്പും ശല്യമൊക്കെ ആയിട്ട് വരും. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ ഇത് മുൻപും കൂടി പൊടിച്ച് വെച്ചേക്കണം അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ. ഇത് കണ്ടില്ലേ? അപ്പം ഇത് ഒരുപാടുണ്ട്. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ മുട്ടയും അതുപോലെ ഉള്ളിത്തൊണ്ടൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് പൊടിച്ച് വെക്കും. എന്നിട്ട് ആഴ്ചയിൽ 2 ദിവസം ഇട്ട് കൊടുക്കും ഇങ്ങനെ ഇതിൻ്റെ ചോട്ടിക്കൂടെ. അപ്പം നല്ല വണ്ണത്തിൽ തന്നെ ഇതിൻ്റെ കറ്റാർവാഴയുടെ തണ്ടുകൾ കിളുത്ത് വരും. ജെല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് ജെല്ല് കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ 1 സ്പൂൺ വീതം എല്ലാത്തിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലാണ് ആ വേരിലേക്കൊക്കെ ഇതിൻ്റെ ആ ഒരു ഇത് ഇറങ്ങത്തുള്ളൂ കേട്ടോ. പിന്നെ തൈകൾ കിളുക്കുമ്പം നിങ്ങൾ ആ കുഞ്ഞ് തൈകളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് വേറെ ചട്ടിയിലൊക്കെ മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ തിങ്ങി നിറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ കാരണം ചിലപ്പോൾ ആ കുഞ്ഞു തൈകൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇതിന് ചട്ടിയിൽ ചെറിയ ഓട്ട ഇട്ട് കൊടുക്കുക. മഴ പെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും വെള്ളം കെട്ടിക്കിടന്ന് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ ഭിത്തിയോട് ചേർത്ത് വെക്കാനായിട്ട് അത് ശ്രദ്ധിക്കുക. വെയിൽ അടിക്കുന്ന ഭാഗത്ത് കൂടെ നമ്മൾ കറ്റാർവാഴ നട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് പെട്ടെന്ന് വലുതായിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ അത് ഇതുപോലെ നിങ്ങൾക്ക് കറിവേപ്പിൻ്റെ ചോട്ടിക്കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും കറിവേപ്പ് പെട്ടെന്ന് വലുതായി വരും. മുരടിച്ചൊക്കെ നിൽക്കുന്ന കറിവേപ്പിൻ്റെ ചോട്ടിക്കൂടെയൊക്കെ ഇതുപോലെ 1 സ്പൂൺ വീതം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാമേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാം അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസ് ആയിട്ട് പേജ് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കില്ല കേട്ടോ. ബൈ.